Hi students, welcome to Exam Toppers. ഇന്ന് നമ്മൾ CBSE ക്ലാസ് 8ൻ്റെ മാത്സ് ചാപ്റ്റർ 8 കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലായ കുഞ്ഞീസ് ക്ലാസ്സും നിങ്ങളെല്ലാവരും കയറി കാണണം. അതുപോലെ അതും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ് ഈ രണ്ട് ചാനലിനും ഫീസ് ഉണ്ടോ എന്നുള്ളത്. അതായത് നമ്മൾ ഈ രണ്ട് ചാനലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. യാതൊരുവിധ ഫീസും ഇല്ല, പൂർണ്ണമായും ഫ്രീ ആണ്. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. Exercise 8.2 first question. A man got a 10% increase in his salary. If his new salary is rupees 1,54,000, find his original salary. അതായത് ഒറിജിനൽ സാലറി ഇപ്പോൾ സാലറി ഹൈക്ക് ഉണ്ടായപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് 1,54,000 അല്ലേ. അപ്പോൾ ഒറിജിനൽ സാലറി എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 10% ഇൻക്രീസ് ആയപ്പോഴാണ് 1,54,000. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് വൺ ഇൻക്രീസിങ് പെർസെൻറ്റ് is equal to 10%. For increasing percent 10%, salary hike is equal to 1,54,000. Okay. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒറിജിനൽ സാലറി. നമുക്കറിയാം CPയുടെ, അതായത് ഇപ്പം ഒരു സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ അറിയാം. അതായത് ഇപ്പം ഇവിടെ സാലറി ഹൈക്ക് എന്ന് പറയുന്നത് എന്താണ്? SP ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഇക്വേഷൻ അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അതായത് നമുക്കറിയാം CP is equal to SP into 100 divided by 100 പ്ലസ് പ്രോഫിറ്റ് അല്ലേ. ഇവിടെ ഇൻക്രീസിങ് ആയതുകൊണ്ട് പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ഓക്കെ, CP SP ഒന്നും അല്ല, ഇവിടെ സാലറിയാണ്. ബട്ട് നിങ്ങൾ ഓർക്കുക, ഇവിടെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ആയിരുന്നുവെങ്കിൽ ഇക്വേഷൻ ഇതാണല്ലോ. CP is equal to SP into 100 divided by 100 പ്ലസ് പ്രോഫിറ്റ് അല്ലേ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട CP ആണ്. ദാറ്റ് മീൻസ് ഒറിജിനൽ സാലറി എത്രയാണോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഈ ഇക്വേഷൻ എഴുതി വയ്ക്കേണ്ട, ഈ ഇക്വേഷൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വാല്യൂ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം പെട്ടെന്ന് കിട്ടും. Therefore, the original salary is equal to salary hike അല്ലെങ്കിൽ ഇൻക്രീസിങ് സാലറി, എന്ത് വേണേലും എഴുതാം. ഇൻക്രീസിങ് സാലറി ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഇൻക്രീസിങ് പെർസെൻറ്റ്. മനസ്സിലായല്ലോ? ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഒന്നും അല്ല, ഇവിടെ സാലറിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ സാലറിയാണ് നമ്മൾ പറയേണ്ടത് അല്ലേ. അപ്പോൾ ആ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എന്നുള്ളതിന് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സാലറി എന്നിട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് പെർസെൻറ്റ് ഇസ് ഈക്വൽ ടു സാലറി ഹൈക്ക് എത്രയായിരുന്നു? 1,54,000 ഇൻറ്റു 100 divided by 100 plus 10 is equal to 1,54,000 into 100 by 110. ഈ 0 പോവും. ഈ 11 കൊണ്ട് നമുക്ക്
ഈ 154നെ ഡിവൈഡ് ചെയ്യാം. 15-നകത്ത് 11 ഒരു പ്രാവശ്യം, റിമൈൻഡർ എത്ര ഉണ്ട്? 11 4 15 44 എന്ന് വരും. 44-നകത്ത് 4 ടൈംസ്, ദെൻ 3 സീറോസ് അല്ലേ? ഓക്കെ, ഇനി ഇങ്ങനെ ഇട്ട് നിങ്ങൾക്ക് വെട്ടി ചെയ്യാൻ പ്രയാസമാണെങ്കിൽ 1,54,000-നെ 11 കൊണ്ട് സൈഡിൽ എഴുതി ഡിവൈഡ് ചെയ്യുക. 1,54,000 എടുക്കണ്ട, 154-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 3 സീറോ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം നമുക്ക് എത്ര വന്നു? ഇവിടെ 1 lakh, ഇവിടെ 14,000 ആണ്, ഇവിടെ ഒരു സീറോയും കൂടെ ഉണ്ട്. സോ ദ ഒറിജിനൽ സാലറി ഇസ് ഈക്വൽ ടു എത്രയെന്ന് വന്നു? 1,40,000. മനസ്സിലായല്ലോ? 1,40,000 ആയിരുന്നു അയാളുടെ ഒറിജിനൽ സാലറി. സാലറി ഹൈക്ക് 10% ആയിരുന്നു. സാലറി ഹൈക്ക് ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,54,000 ആണ്. ഇത് നേരെ തിരിച്ച് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ഒറിജിനൽ സാലറി തന്നിട്ടുണ്ട്, 10% ഇൻക്രീസിങ് ആണ്. സാലറി എത്രയാണ് ഹൈക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂ സാലറി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. On Sunday, 845 people went to the zoo. On Monday, only 169 people went. What is the percent decrease in the people visiting the zoo on Monday? അതായത് നമുക്കറിയാം, സൺഡേയിൽ 845 ഉണ്ടായിരുന്നത് മൺഡേ ആയപ്പോഴത്തേക്കും 169 ആയിട്ട് കുറഞ്ഞു അല്ലേ? അത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി പെർസെൻറ്റ് ഡിക്രീസ് ഇൻ ദി പീപ്പിൾ? അപ്പം ഡിക്രീസിങ് പെർസെൻറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം പീപ്പിൾ visit the zoo on Sunday is equal to 845. On Monday is equal to people visit the zoo on Monday is equal to 169. Difference is equal to എത്ര വരും? 845 minus 169. 845 minus 169. 5 6, ഇവിടെ 3, 13-നകത്ത് 7, ഇവിടെ 7 minus 1 6. ദാറ്റ് ഈസ് 676 പീപ്പിളാണ് കുറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് സൺഡേയിലേക്കാട്ടിലും മൺഡേ വരുമ്പോഴത്തേക്കും എത്രയാണ്? 676 പീപ്പിളിൻ്റെ എണ്ണമാണ് കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വലിയൊരു ഡിഫറൻസ് ആണ് അല്ലേ? ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. നമുക്കറിയാം, സാധാരണ സൺഡേയിലൊക്കെയാണ് സൂവിൽ കൂടുതൽ വിസിറ്റേഴ്സ് ഉണ്ടാകുന്നത്. മൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക്, കാരണം അതെന്താണ്, വർക്കിംഗ് ഡേയ്സ് ആണ്. വർക്കിംഗ് ഡേയ്സ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ വിസിറ്റേഴ്സിൻ്റെ എണ്ണം തീരെ കുറയല്ലേ? സോ അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദി പേഴ്സൻറ്റ് ഡിക്രീസ് ഇൻ ദി പീപ്പിൾ വിസിറ്റിംഗ് ദ സൂ ഓൺ മൺഡേ? മൺഡേ ആയപ്പോഴത്തേക്കും കുറഞ്ഞ പേഴ്സൻറ്റ് എത്രയാണ്? സോ ഡിക്രീസിങ് പേഴ്സൻറ്റ്, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡിക്രീസിങ് പേഴ്സൻറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡിക്രീസിങ് പേഴ്സൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എത്രയാണോ ഡിക്രീസ് ചെയ്തത് അതേ ഡിവൈഡഡ് ബൈ ഒറിജിനൽ എത്രയായിരുന്നോ ഇൻറ്റു 100. ഓക്കെ, ഇസ് ഈക്വൽ ടു ഡിക്രീസിങ് നമ്പർ. ഇത് എമൗണ്ട് ആയിരുന്നെങ്കിൽ, പൈസ ആയിരുന്നെങ്കിൽ ഡിക്രീസിങ് എമൗണ്ട് എന്ന് എഴുതും. ഇത് ഡിക്രീസിങ് നമ്പർ ആയതുകൊണ്ട്, ആൾക്കാരുടെ എണ്ണം ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? ഡിക്രീസിങ് നമ്പർ ഡിവൈഡഡ് ബൈ ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പർ എന്നോ പീപ്പിൾ വിസിറ്റ് ഓൺ മൺഡേ സൺഡേ എന്നോ എന്ത് വേണേലും എഴുതാം. ഒറിജിനൽ നമ്പർ അതായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 676 ബൈ 845 ഇൻറ്റു 100. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെ 20 വരും. 8ൽ 1 ടൈം
34 6 5 30, 45 9 169 എന്ന് വന്നു. ഓക്കെ, ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് നോക്കാം 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. 13 ഇൻറ്റു 13 ആണ് 169, 13 ഇൻറ്റു 5 65, റിമൈൻഡർ 2, 26-നകത്ത് 13 2 ടൈംസ്. ഓക്കെ, എഗെയിൻ 13 കൊണ്ട് തന്നെ ചെയ്യാം. 13 ഇൻറ്റു 4, സോ 4 ഇൻറ്റു 2 8, 80. അപ്പം ഡിക്രീസിങ് പേഴ്സൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 80% ആണ്. ഓക്കെ, ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നല്ലേ. അപ്പം നമുക്കറിയാം 80% ആൾക്കാരുടെ എണ്ണമാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. A shopkeeper buys 80 articles for rupees 2,400 and sells them for a profit of 60%. Find the selling price of one article. 80 articles. So number of articles എത്രയാണ്? 80 ആണ് അല്ലേ. നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് 80 ആണ്. ടോട്ടൽ എമൗണ്ട് ഓഫ് ആർട്ടിക്കിൾസ് ഇസ് ഈക്വൽ ടു amount of articles 2,400. ഓക്കെ, ഇത്രയുമാണ് എമൗണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആൻഡ് സെൽസ് ദം ഫോർ എ പ്രോഫിറ്റ് ഓഫ് 60%. സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 16% ആണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് വൺ ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് വൺ ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിളിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് അറിയാം ടോട്ടൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് എത്രയാണ്? 80 ആണ്. ടോട്ടൽ എമൗണ്ട് ഓഫ് ആർട്ടിക്കിൾസ്, അതായത് ഈ 80 ആർട്ടിക്കിൾസിൻ്റെയും കൂടെ ടോട്ടൽ എമൗണ്ട് ആണ് 2,400 എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് therefore amount of one article is equal to one article is equal to എന്ത് വരും? 2,400 divided by 80. 80യുടെ ആണ് 2,400. സോ ഒരെണ്ണത്തിൻ്റെ എന്ന് പറയുമ്പോൾ എന്ത് വരും? അതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. ഇതും ക്യാൻസലായിപ്പോൾ 8 ഇൻറ്റു 3 24. ഇവിടെ ഒരു 0 ഉണ്ട്. സോ എത്ര വന്നു? 13 വന്നു. സോ എമൗണ്ട് ഓഫ് വൺ ആർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു എത്രയാണ്? 30 ആണ്. മനസ്സിലായല്ലോ. ഒരു ആർട്ടിക്കിളിൻ്റെ വില എന്ന് പറയുന്നത് 30 ആണ്. എമൗണ്ട് ആണ് ₹30. സോ ദെയർഫോർ പ്രോഫിറ്റ്, അതായത് ഒരു ആർട്ടിക്കിൾ വിറ്റത് 16% പ്രോഫിറ്റിലാണ് വിറ്റിട്ടുള്ളത്. അതായത് 30 ആണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ്. അത് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു SP is equal to അല്ലെങ്കിൽ SP ഈക്വേഷൻ എഴുതിയിടാം. CP ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ. സോ പ്രോഫിറ്റ് പെർസെൻറ്റ് ഡിവൈഡഡ് ബൈ 100. ഓക്കെ, SP is equal to CP ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റ് ബൈ 100. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഇത് ചെയ്യും. ഇപ്പോൾ സാലറി പറയുകയാണെങ്കിൽ സാലറി, മറ്റെന്തെങ്കിലുമാണ് പറയുന്നതെങ്കിൽ അത് ഒരു സാധനത്തിൻ്റെ വിലയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുകയാണെങ്കിൽ ആ ഒരു ഇക്വേഷൻ്റെ ആ ഒരു ഫോർമാറ്റിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. മനസ്സിലായല്ലോ. ഈ ഇക്വേഷൻ തന്നെ എഴുതി വയ്ക്കും. ഇപ്പോൾ സാലറി പറയുന്നിടത്ത് സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് ഒന്നും എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മളത് മനസ്സിൽ ഓർക്കുക. സാലറി, ന്യൂ സാലറി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. ന്യൂ സാലറി, അതുപോലെ ഒറിജിനൽ സാലറിയൊക്കെ കണ്ടുപിടിക്കുക. അപ്പം നമുക്കറിയാം ഒറിജിനൽ എന്ന് പറയുമ്പോൾ അത് CP ആണ്, ന്യൂ എന്ന് പറയുമ്പോൾ അത് SP ആണ്. ഓക്കെ, അങ്ങനെ ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പം ഇവിടെ ഇപ്പം സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് വൺ ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു എന്ത് വരും? CP എത്രയാണ്? 30 ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് 16% ആണ്. 100 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 100
is equal to 30 into 116 divided by 100. ഓക്കെ, ഈ സീറോയും പോവും. ഇവിടെ 5 വരും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 5 16 58 എന്ന് വന്നു. ഓക്കെ, സോ 58 into 3 into 8 24, remainder 2, 3 into 5 15 plus 2 17, 174 divided by 5. ഓക്കെ, ഇനി നമുക്ക് 5 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. is equal to 5 into 3 15, remainder 2 24, 5 into 4 20, remainder 4, ഒരു പോയിൻ്റ് കൊടുത്തു, 40, 5 into 8. സോ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 34.8. നമുക്കറിയാം 0.8 കഴിഞ്ഞാൽ ഇത് രൂപയുടെ കാര്യമാണല്ലോ പറയുന്നത്. സോ എന്ത് വരും? 34 രൂപ 80 പൈസ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? വെറും 8 പൈസ എന്നല്ലല്ലോ പറയുന്നത്. 8 പൈസ എന്നാണെങ്കിൽ 08 വന്നേന്. ഇപ്പം 8 ആണ്. 8ൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് എത്ര സീറോസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലേ? സോ നമുക്കറിയാം പൈസ ആയതുകൊണ്ട് 34.80. ഓക്കെ, അപ്പോൾ അയാളുടെ ആർട്ടിക്കിളിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 30 ആയിരുന്നു. അയാൾ ഇപ്പോൾ വിൽക്കുന്ന വില എന്ന് പറയുന്നത് 34.80. ദാറ്റ് മീൻസ് 34 rupees 80 പൈസ എന്നാണ്. ഓക്കെ, അത്രയും അതായത് 4 rupees 80 പൈസ ഇൻക്രീസിങ് ആയിട്ടാണ് ഉള്ളത് വിൽക്കുന്നത്. ഇനി നമ്മളോട് 1 ആർട്ടിക്കിളിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ആർട്ടിക്കിളിൻ്റെ ആയിരുന്നുവെങ്കിൽ 34.8 into 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ടോട്ടൽ എമൗണ്ട് കിട്ടുമായിരുന്നു. നമ്മളോട് 1 ആർട്ടിക്കിളിൻ്റെ കാണാനേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇത്രയും കണ്ടാൽ മതി. ഓക്കെ, fourth one. The cost of an article was rupees 15,500. Rupees 450 were spent on its repairs. If it is sold for a profit of 15%, find the selling price of the article. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? SP ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടതിനൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പം SP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് CP, കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ടല്ലേ? CP is equal to 15,500 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇനി അതിന് എന്താണ്? റിപ്പയറിംഗ് ചാർജ് ഉണ്ടല്ലേ? അപ്പം അയക്ക് മൊത്തമായ തുക എന്ന് പറയുന്നത് റിപ്പയറിംഗ് ചാർജും കൂടെ കൂട്ടുമ്പോഴാണല്ലോ. അതായത് കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു, അതിൻ്റെ കൂടെ റിപ്പയറിംഗ് ചാർജ് കൂടെ കൂട്ടി കഴിയുമ്പോഴാണ് അയക്ക് സ്പെൻഡ് ആയ എമൗണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? റിപ്പയറിംഗ് ചാർജ് rupees 450. So the total amount is equal to 15,500 plus 450 is equal to 15,950. അല്ലേ? 15,500 plus 450 0 5 9 15,950. അതാണ് ടോട്ടൽ എമൗണ്ട് ആയിരിക്കും സ്പെൻഡ് ആയിരിക്കുന്നത്. ദെൻ ഇനിയും ചോദിച്ചിരിക്കുന്നതാണ് ഇഫ് ഇറ്റ് ഈസ് സോൾഡ് ഫോർ എ പ്രോഫിറ്റ് ഓഫ് 15%. സോ പ്രോഫിറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 15% ആണ്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 15%. ദെൻ ഇനി നമുക്കറിയാം SP is equal to എന്താണ്? SP is equal to CP into CP ആയിട്ട് ഇവിടെ എടുക്കേണ്ടത് ഇതാണ്. ടോട്ടൽ ആയിരിക്കുന്ന എമൗണ്ട് ആണ് എടുക്കേണ്ടത്. ഓക്കെ, CP into 100 plus profit percent divided by 100 is equal to 15,950 into 100 plus profit percent 15 divided by 100
is equal to 15,950 into 115 divided by 100. ഈ 0 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കിട്ടും. ഇവിടെ 2 15-നകത്ത് 23 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,595 into 23. 2 into 3 into 5 15, remainder 1. 3 into 9 27, 27 plus 1 28. 3 into 5 15, 15 plus 2 17, remainder 1. 3 into 1 3 plus 1 4. Then 2 into 5 10, remainder 1. 2 into 9 18, 18 plus 1 19, remainder 1. 5 into 2 10, 10 plus 1 11, remainder 1. 2 into 1 2 plus 1 3. Okay, 5 8, 7 plus 9 16, 4 plus 1 5, 5 plus 1 6 3. ഇനി നമുക്കിതിനെ 36,685-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡോട്ട് ചെയ്യാം. 36,685 ഡിവൈഡഡ് ബൈ 2. 2 1 2 16 8 16 6 3 6, next 8 4 8 5 2 4, remainder 1. പോയിൻ്റ് 2 കൊടുത്ത് 0 കൊടുത്തു 5. ഓക്കെ, നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 18,342.5. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ 5 വന്നു കഴിഞ്ഞാൽ വെറും 5 അല്ല, 50 പൈസ എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദ ന്യൂ എമൗണ്ട് അല്ലെങ്കിൽ അയാൾ വിൽക്കുന്ന വില എന്ന് പറയുന്നത് എത്രയാണ്? 18,342.50. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.